ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൊറോണ വൈറസ് പടരുന്ന ചൈനയിൽ 20 മലയാളികൾ കുടുങ്ങിയിരിക്കുകയാണ്. കുടുങ്ങിയത് വിദ്യാർത്ഥികളെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊറോണ വൈറസ് പടരുന്ന ചൈനയിലെ വുഹാനിൽ മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടികളടക്കം 20 മലയാളി വിദ്യാർത്ഥികളാണ് തിരികെ എത്താനാകാതെ സർവകലാശാലയിൽ കഴിയുന്നത്. ഭക്ഷണം പോലും കിട്ടാനാകാത്ത സാഹചര്യമാണെന്ന് കുട്ടികൾ പറയുന്നു. കോഴ്സ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പിനായി സർവകലാശാലയിൽ തുടർന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ചില വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിലും പ്രദേശത്ത് രോഗം പടർന്നതോടെ ബാക്കിയുള്ളവർക്ക് സർവകലാശാല നിയന്ത്രണം കൊണ്ടുവന്നു. ആകെ 56 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. ഇതിൽ 20 പേർ മലയാളികളാണ്. പുറത്തു പോകരുതെന്നും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിക്കണമെന്നും കുട്ടികൾക്ക് സർവകലാശാല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വുഹാൻ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെല്ലാം നിർത്തിയിരിക്കുകയാണ്. അതിനാൽ എപ്പോൾ നഗരത്തിലേക്ക് മടങ്ങാനാകുമെന്ന് ഇവർക്കറിയില്ല. സർവകലാശാലയിൽ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് പറയുന്നതിനാൽ തന്നെ ഏറെ ദാരുണമായ അവസ്ഥയാണിതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ചൈനയിലെ ഇന്ത്യൻ എംബസി അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിദേശകാര്യമന്ത്രിക്ക് മെയിൽ വഴി കുട്ടികൾ പരാതിയും നൽകിയിട്ടുണ്ട്. വുഹാനിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വിമാനത്താവളങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ചൈനയിൽ 17 പേരാണ് കൊറോണ വൈറസ് ബാധിച്ചു മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇപ്പോൾ മരണം 25ആയി രേഖപ്പെടുത്തുകയുണ്ടായി. 1000-ലധികം പേർ ഇപ്പോൾ നിരീക്ഷണം. അതോടൊപ്പം തന്നെ സൗദിയിൽ കൊറോണ വൈറസ് ബാധിച്ചു എന്ന് രേഖപ്പെടുത്തിയ മലയാളി നേഴ്സിന് ചൈനയിലെ പോലുള്ള കൊറോണ വൈറസ് അല്ല ബാധിച്ചതെന്ന വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മലയാളിയായ നേഴ്സ് തന്റെ ആരോഗ്യനില പൂർണ്ണമായും കൈക്കൊണ്ടുവരികയാണെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതിനാൽ തന്നെ ആശങ്ക വേണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.